എൻ്റെ ആദ്യത്തെ നായകന് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എന്താവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും, എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും, യു ആർ വൺ പേഴ്സൺ ഹൂ ഐ ഓൾവേസ് കം ടു, ആൻഡ് യു ഓൾവേസ് മെയ്ഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് എപ്പോഴും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിക്കൊണ്ട് എന്നെ സഹായിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓൾസോ ദിലീപേട്ടനായിട്ടുള്ളൊരു മെമ്മറി ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എൻ്റെ ആദ്യത്തെ നായകനാണ്, അതുകൊണ്ട് തന്നെ കുറേ മെമ്മറീസ് ഉണ്ടാവുമല്ലോ. വൺ തിങ് ഐ റിമെമ്പർ ഇസ് മുല്ലയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഏതോ റൊമാൻറ്റിക് സീൻ എന്തോ ഷൂട്ട് ചെയ്യണ സമയത്ത് എൻ്റെ മുഖത്തൊന്നും വരുന്നില്ല. അതുകൊണ്ട് ദിലീപേട്ടൻ ലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ലാലു എന്താണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കാനായിട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞ് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അവിടുന്ന് എനിക്കും ഒരുപാട് പഠിക്കാനായിട്ട് പറ്റി, എനിക്കും ഒരുപാട് വളരാനായിട്ട് പറ്റി. ആൻഡ് യു ഹാവ് ഓൾവേസ് ബിൻ ദെയർ വിത്ത് മീ. ഞാൻ ആദ്യമായിട്ട് ദുബായിലേക്ക് മാറുന്നു എന്ന് ദിലീപേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ആ അഡ്വൈസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇനി ദിലീപേട്ടനോടുള്ള ഒരു ചോദ്യമാണ്. ദിലീപേട്ടൻ ഒരുപാട് ജനപ്രിയ സിനിമകൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ മീശമാധവൻ, കല്യാണരാമൻ, പറക്കും തളിക, CID മൂസ. ഇപ്പോൾ CID മൂസയ്ക്ക് 2ാം ഭാഗം വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. മീശമാധവന് 2ാം ഭാഗം ഉണ്ടാവുമോ? ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാധവൻ ഇപ്പോൾ എവിടെയാണ്, എന്താണ് പരിപാടി എന്നൊക്കെ അറിയാൻ. മീശമാധവന് 2ാം ഭാഗം ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മുല്ല എന്ന സിനിമയിലെ ദിലീപേട്ടൻ്റെ നായിക മീര നന്ദനാണ്. ഞാൻ മീര ആദ്യമായിട്ട് കാണുന്നത് ഏതൊരു അമ്പലത്തിലെ പ്രോഗ്രാമിന് ഞാൻ പോയി. അവിടെ അന്ന് ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഭക്തിഗാനം ഉണ്ടല്ലോ, അത് പാടാനാണ് ഞാൻ ആദ്യം മീരനെ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പടത്തിൽ നായികയായിട്ട് വന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മീര എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൾ അറിയുന്നില്ല അവൾ പാടുന്നത്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഹലോ ഹലോ ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ആ ഒരു പ്രായമാണത്. അപ്പൊ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, കാരണം പ്രണയം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാളോട് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ ലാലിനെ കളിയാക്കിയിട്ട് കൊള്ളതാണ് അവൾ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ അവളുടെ അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞാൽ വളരെ നമ്മളായിട്ട് അത്രയും അടുത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ ഫാമിലി റിലേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ള ബന്ധമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ 2020 എന്ന് പറഞ്ഞ സിനിമ ഞാൻ സാധിച്ചത്. പിന്നെ മീശമാധവൻ എന്തായാലും എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന കാരണം. അത് വേറെ ഞാൻ പറഞ്ഞില്ലേ,